വർഷം 1964 ഡിസംബർ 22. രാമേശ്വരത്ത് നിന്ന് രാവിലെയുള്ള ആദ്യ ട്രെയിൻ നഗരത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. കറുത്ത പുകയുയർത്തി സ്റ്റേഷനിലേക്കുള്ള പാതയിലെ കാട്ടുമരങ്ങൾക്കിടയിലൂടെ സാവധാനം അത് കടന്നു വരുന്നു. യാത്രക്കാരിൽ പലരും ജനാലയിലൂടെ പുറത്തെ കടൽ തീരത്തേക്ക് ആകാംക്ഷയോടെ നോക്കുന്നു. തങ്ങൾക്ക് സിലോണിലെ തലൈമനാറിലേക്ക് പോകുവാനുള്ള ഫെറി സർവീസ് തീരത്തടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ് ആ ആകാംക്ഷ നിറഞ്ഞ നോട്ടത്തിലൂടെ അവർ. ട്രെയിൻ നിർത്തുന്നതിന് മുമ്പ് തന്നെ പലരും വാതിൽപ്പടിയിൽ അക്ഷമരായി ആ നഗരത്തിൻ്റെ ഗാംഭീര്യതയിലേക്ക് ഇറങ്ങുവാൻ കാത്തു നിൽക്കുന്നു. കടലിനാൽ ചുറ്റപ്പെട്ട ആ നഗരത്തിൻ്റെ ഹൃദയത്തിലായി പ്രൗഢമായ പള്ളികളും ക്ഷേത്രങ്ങളും ഭണ്ഡാരപ്പുരകളുമെല്ലാം തല ഉയർത്തി നിൽക്കുന്നു. സ്കൂളുകൾ, പോലീസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, ആശുപത്രി, ബാങ്കുകൾ, കസ്റ്റംസ് ഓഫീസ് തുടങ്ങി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള ഒരു മഹാനഗരം. തെരുവുകളിൽ കൈവണ്ടികളും മോട്ടോർ വണ്ടികളും സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. നഗരത്തിൻ്റെ ദക്ഷിണ ഭാഗത്തുള്ള ചന്തയിൽ കനൽച്ചൂളയിൽ ചുട്ടെടുത്ത മീൻ വിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. ട്രെയിനിൽ നിന്നിറങ്ങിയ പലരും ധൃതിയിൽ അവിടേക്ക് പോകുന്നു. പ്രാതൽ കഴിച്ചതിന് ശേഷം ഫെറി പിടിക്കുവാനുള്ള തിരക്കിലായിരിക്കണം അവർ. മറ്റൊരു ഭാഗത്ത് പായസം പാകം ചെയ്യുന്ന സ്ത്രീകളുടെ കടകൾ, അതിനിടയിൽ കൂടി കുശലം പറഞ്ഞു നടക്കുന്ന കരം പിരിവ് സംഘങ്ങൾ, ഗന്ധതൈലങ്ങൾ മുതൽ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന കടകൾ വരെ സജീവമായിരിക്കുന്നു. അങ്ങകലെ കടലിന് മുകളിൽ ഇരയെ തേടി വട്ടമിട്ട് പറക്കുന്ന പരുന്തുകൾക്കൊപ്പം ഫിഷിംഗ് ബോട്ടുകൾ തിരമാലകളെ മുറിച്ച് മുന്നോട്ട് കുതിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് 1964 ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഇത്രയും തിരക്കുള്ള ആ നഗരം ഏതായിരിക്കും? അതെ, അതുതന്നെ ധനുഷ്കോടി. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ രാമേശ്വരം ദ്വീപിൻ്റെ തെക്കുകിഴക്കൻ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന പുരാതന നഗരം. വടക്ക് പടിഞ്ഞാറൻ ഭാഗം അറബിക്കടലിനോടും തെക്കുകിഴക്കൻ ഭാഗം ബംഗാൾ ഉൾക്കടലിനോടും ചേർന്ന് കിടക്കുന്ന സുന്ദര ഭൂപ്രദേശം. ഒരു കാലത്ത് ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിലെ നാഴികക്കല്ലായ ആ പുരാതന നഗരം ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായതിൻ്റെ കഥ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള പ്രധാന യാത്രാബന്ധവും വാണിജ്യബന്ധവും എന്നേക്കുമായി ഇല്ലാതായ ആ കറുത്ത ദിവസത്തിൻ്റെ കഥ. ഇന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയേക്കാൾ പ്രാധാന്യം ലഭിക്കേണ്ട ധനുഷ്കോടി എന്ന വാണിജ്യ നഗരം ഒരു പ്രേത നഗരമായി മാറിയതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന കഥ. ആ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഹിസ്റ്റോമീറ്ററിലേക്ക് സ്വാഗതം. വർഷം 1914 മുൻപ് വരെ ധനുഷ്കോടി രാമസേതുവിൻ്റെ പേരിൽ മാത്രം അറിയപ്പെട്ടിരുന്ന ഒരു ചെറിയ ദ്വീപ് മാത്രമായിരുന്നു. രാമായണ കഥയിൽ ശ്രീരാമൻ സീതയെ തേടി ലങ്കയിലേക്ക് പോകുവാൻ ഹനുമാന്റെ നേതൃത്വത്തിൽ ഒരു പാലം പണിത് അതിലൂടെ ലങ്കയിലെത്തിയെന്നാണ് ഐതിഹ്യം. ആ പാലത്തിൻ്റെ പേരാണ് രാമസേതു. ആ രാമസേതു സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. യുദ്ധം കഴിഞ്ഞെത്തിയ രാമൻ തൻ്റെ ധനുഷ് അഥവാ വില്ലുകൊണ്ട് ഈ പാലം നശിപ്പിച്ചു എന്നും ഐതിഹ്യമുണ്ട്. അത് കാരണമാണ് ഈ സ്ഥലത്തിന് ധനുഷ്കോടി എന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. 1800 മുതൽ ഈ സ്ഥലം തീർത്ഥാടകരാൽ നിറഞ്ഞിരുന്നു. എന്നാൽ തീർത്ഥാടകരല്ലാതെ വേറെ ആരും ആ വഴിക്ക് പോയിരുന്നില്ല. സിലോണും ഇന്ത്യയും തമ്മിലുള്ള ഗതാഗതം അക്കാലത്ത് തൂത്തുക്കുടിയിൽ നിന്നും കൊളംബോ വരെയുള്ള ബോട്ട് സർവീസിലായിരുന്നു. സിലോണിലെ അഥവാ ശ്രീലങ്കയിലെ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ യാത്ര ചെയ്തിരുന്നത് ഈ പാതയിലൂടെയാണ്. ഇതിൽ തന്നെയായിരുന്നു അന്ന് ചരക്ക് ഗതാഗതവും നടന്നിരുന്നത്. പക്ഷേ ഈ ബോട്ട് യാത്രകൾ ഒട്ടും സുരക്ഷിതമായിരുന്നില്ല. 100 കണക്കിന് മനുഷ്യർ പല യാത്രകളിലായി അപകടങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. വർഷം 1908 ധനുഷ്കോടി ശ്രദ്ധിക്കപ്പെടുന്നത്. രാമായണത്തിലൂടെ നമുക്കെല്ലാം പരിചിതമായ രാമസേതു ഇവിടെ ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് കടലിന് ആഴം നന്നേ കുറവായിരുന്നു. തന്നെയുമല്ല, ധനുഷ്കോടിയും ശ്രീലങ്കയിലെ തലൈമനാറുമായി വെറും 30 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത്. അതിനാൽ ആ വഴിക്ക് ഒരു റെയിൽവേ പാത കടലിലൂടെ പണിയാൻ ഇരു രാജ്യങ്ങളും പദ്ധതിയിട്ടു. ഇതിൻ്റെ ഫലമായി ഇന്ത്യ മദ്രാസ് എഗ്മൂർ മുതൽ മണ്ഡലം വരെ ഉണ്ടായിരുന്ന തീവണ്ടിപ്പാത ധനുഷ്കോടി വരെ നീട്ടി. അതുപോലെ ശ്രീലങ്കയും തലൈമനാർ വരെ റെയിൽവേ പാത പണിതു. ഇത് ഇന്ത്യ സിലോൺ പാത എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടത്.
ധനുഷ്കോടി നിൽക്കുന്ന പാമ്പൻ ദ്വീപിലേക്ക് കടക്കാൻ മെയിൻലാൻഡിൽ നിന്നും വർഷം 1911 ഓഗസ്റ്റിൽ ഒരു പാലം നിർമ്മിച്ചു. ഇംഗ്ലണ്ടിൽ രൂപകൽപ്പന ചെയ്ത പാലത്തിൻ്റെ ഭാഗങ്ങൾ അവിടെ നിന്ന് കടൽ മാർഗം എത്തിച്ച് കൂട്ടി യോജിപ്പിച്ചായിരുന്നു ഇതിൻ്റെ പണികൾ തുടർന്നത്. മലബാറിൽ നിന്നുള്ള മാപ്പിള ഖലാസികളാണ് ഈ പാലം പണിയാൻ വിയർപ്പൊഴുക്കിയത്. വർഷം 1914 ഫെബ്രുവരിയിൽ ഈ പാലം പണി പൂർത്തിയാക്കി തുറന്നുകൊടുത്തു. കപ്പലുകൾക്ക് കടന്നുപോകാൻ മധ്യഭാഗം ഉയർത്തുന്ന തരത്തിലായിരുന്നു ഈ പാലത്തിൻ്റെ രൂപകൽപ്പന. എന്നാൽ ഭൗതിക സാഹചര്യങ്ങളിലും സാമ്പത്തിക സാഹചര്യങ്ങളിലും വലിയ പ്രതിസന്ധി നേരിട്ട സർക്കാരുകൾക്ക് മുൻപോട്ടുള്ള പണി തുടരാൻ കഴിയാതെ വന്നു. അങ്ങനെ ധനുഷ്കോടിക്കും തലൈമനാറിനും ഇടയ്ക്കുള്ള 30 കിലോമീറ്റർ കടൽ ഭാഗം കൂട്ടിയോജിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ ഭാഗം ഒരു ആവിക്കപ്പൽ ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് ഇതിനൊരു പരിഹാരം കാണാമെന്ന് ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. അതായത് നമ്മുടെ കോട്ടയത്ത് നിന്ന് ശ്രീലങ്കയ്ക്ക് ഒരൊറ്റ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാവുന്ന ഒരു സിസ്റ്റം. ഇതിനെ പിന്നീട് ബോട്ട് മെയിൽ എന്ന പേരിൽ അറിയപ്പെട്ടു. അങ്ങനെ വർഷം 1914 മുതൽ അതുവരെ രാമസേതുവിനാൽ മാത്രം അറിയപ്പെട്ടിരുന്ന ധനുഷ്കോടി എന്ന ചെറുദ്വീപ് ഒരു വാണിജ്യ നഗരമായി മാറുവാൻ തുടങ്ങി. ഇന്ത്യ ശ്രീലങ്ക ചരക്ക് ഗതാഗതം വർദ്ധിച്ചതോടുകൂടി ധനുഷ്കോടി ഇന്ത്യയുടെ വ്യാപാര വ്യവസായ ശൃംഖലയിലെ ഒരു പ്രധാന നഗരമായി വളർന്നു. ശ്രീലങ്കയിലെ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ യാത്ര മാത്രമായിരുന്നില്ല ഇതുവഴി നടന്നുകൊണ്ടിരുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വലിയ വ്യാപാര ബന്ധം കൂടിയായിരുന്നു. ഇന്ത്യയിൽ നിന്ന് അരി, പയറുവർഗ്ഗങ്ങൾ, മുളക്, കാപ്പി എന്നിവ ശ്രീലങ്കയിലേക്കും അവിടെ നിന്ന് പ്രധാനമായും പൈനാപ്പിൾ, മാങ്ങ, മരച്ചീനി എന്നിവ ഇന്ത്യയിലേക്കും വന്നിരുന്നു. ആയുർവേദ ഉൽപ്പന്നങ്ങൾ, മരങ്ങൾ, റബ്ബർ ഉൽപ്പന്നങ്ങൾ, മണ്ണെണ്ണ, പുകയില എന്നിങ്ങനെ ഒരുപാട് വ്യാപാരങ്ങൾ ഈ വഴി നടന്നുകൊണ്ടിരുന്നു. ഇതിനാൽ തന്നെ ധനുഷ്കോടി പെട്ടെന്ന് വളരുകയും വലിയ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന വലിയ നഗരമായി മാറുകയും ചെയ്തു. ഒരുപക്ഷെ ഇന്ന് ഈ നഗരം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയേക്കാൾ പ്രാധാന്യം ലഭിക്കേണ്ട ഒരു നഗരമായി മാറിയേനെ. എന്നാൽ ആ ഉയർച്ചയൊക്കെ 1964 ഡിസംബർ 22 എന്ന ഒറ്റ ദിവസത്തോടുകൂടി അവസാനിക്കുകയായിരുന്നു. അന്നേ ദിവസം പതിവ് പോലെ വൈകുന്നേരം മദ്രാസിൽ നിന്നും ധനുഷ്കോടിയിലേക്ക് പുറപ്പെട്ട ബോട്ട് മെയിൽ ട്രെയിൻ നമ്പർ 653 രാത്രി ഏതാണ്ട് 11:55 മെയിൻലാൻഡിൽ നിന്നും പാമ്പനിലേക്ക് കടക്കുന്ന അവസാന സിഗ്നലിലെത്തി. എന്നാൽ അവിടെ സിഗ്നൽ ലൈറ്റുകളൊന്നും തന്നെ തെളിയുന്നുണ്ടായിരുന്നില്ല. കുറച്ചു സമയം അവിടെ നിർത്തിയിട്ടതിനു ശേഷം സാങ്കേതിക തകരാറാണെന്ന് കരുതി ലോക്കോ പൈലറ്റ് വണ്ടി മുൻപോട്ടെടുത്തു. എന്നാൽ പാമ്പൻ പാലത്തിലൂടെ അധിക ദൂരം എത്തുന്നതിന് മുമ്പ് അയാൾ ആ കാഴ്ച കണ്ട് ഞെട്ടി. കടൽ വെള്ളം ചുഴറ്റി ഒരു ഭീമാകാരമായ തിരമാല തങ്ങൾക്കു നേരെ പാഞ്ഞെടുക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ പകച്ചുപോയി. നിമിഷങ്ങൾക്കുള്ളിൽ പാമ്പൻ പാലവും അതിലുണ്ടായിരുന്ന ആ ട്രെയിനും ഛിന്ന ഭിന്നമായി കടലിൽ പതിച്ചു. പാമ്പൻ പാലം മാത്രമല്ല, ആ ചുഴലിക്കൊടുങ്കാറ്റ് ധനുഷ്കോടി എന്ന നഗരത്തെ മുഴുവനായി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വിഴുങ്ങിക്കളഞ്ഞു. ഉറങ്ങിക്കിടന്നവരൊക്കെയും ഒരു സ്വപ്നത്തിലെന്ന വണ്ണം കടലിൻ്റെ ആഴങ്ങളിലേക്ക് പതിച്ചു. സ്കൂളുകൾ, പള്ളികൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ടെലഗ്രാം ഓഫീസ്, അങ്ങനെ ആ നഗരത്തിലുണ്ടായിരുന്ന എല്ലാം തന്നെ ഒരു നിമിഷം കൊണ്ട് ഛിന്ന ഭിന്നമായി തകർന്നു. പല വലിയ കെട്ടിടങ്ങളും മണ്ണിനടിയിലും കടലിനടിയിലുമായി താഴ്ന്നുപോയി. ഈ അപകടത്തിൽ ഏകദേശം 1800ഓളം പേർ മരിച്ചതായി ഔദ്യോഗിക കണക്കുകൾ രേഖപ്പെടുത്തുന്നു. ട്രെയിൻ ദുരന്തത്തിൽ 150ഓളം യാത്രക്കാർ മരിച്ചതായി പറയപ്പെടുന്നു. മരണസംഖ്യ ഇതിലും കൂടുതൽ ഉണ്ടാവുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ആ കറുത്ത രാത്രിക്ക് ശേഷം ധനുഷ്കോടി പിന്നെ പുനർജനിച്ചിട്ടില്ല. ഇന്നും അവിടം ഒരു പ്രേത നഗരമായി തുടരുന്നു. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ ആ നാട് വിട്ട് മറ്റു പല പ്രദേശങ്ങളിലേക്കും രക്ഷപ്പെട്ടു. ഒരായുസ്സിൽ തങ്ങളുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായ അവർ പിന്നീട് ദരിദ്രമായ ജീവിതത്തിലേക്ക് വീണുപോയി. പിന്നീട് കാലങ്ങൾക്കു ശേഷം അവരുടെ കുടുംബങ്ങളിൽ പലരും തിരിച്ചിവിടേക്ക് വന്നപ്പോഴേക്കും സർക്കാർ അത് മനുഷ്യവാസയോഗ്യമല്ലാത്ത സ്ഥലമായി പ്രഖ്യാപിച്ചിരുന്നു. എങ്കിലും പല കുടുംബങ്ങളും യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ലാതെ അവിടെ അനധികൃതമായി ഇപ്പോഴും ജീവിക്കുന്നു. അവർ ജനിച്ചു വീണതും അവരുടെ ഉറ്റവരും ഉടയവരും സമ്പത്തുമെല്ലാം ഉറങ്ങുന്ന മണ്ണിനെ അവർക്കെങ്ങനെ തള്ളിക്കളയാനാവും? ഇന്ന് ധനുഷ്കോടി ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. എന്നാൽ ഇവിടെ വരുന്ന ഒരു വിനോദസഞ്ചാരിക്കും ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഒരിറ്റ് കണ്ണീർ വീഴ്ത്താതെ മടങ്ങിപ്പോകുവാൻ കഴിയില്ല. 7 വർഷം മുമ്പ് ധനുഷ്കോടിയിലേക്ക് ഞാൻ നടത്തിയ യാത്രയിൽ കണ്ടത് തകർന്നുപോയ പള്ളിയുടെയും സ്കൂളിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെയും ഒക്കെ അവശിഷ്ടങ്ങളാണ്.
വർഷങ്ങൾക്കിപ്പുറം ഈ വീഡിയോ ചെയ്യുമ്പോഴും ആ യാത്രയിലെ കാഴ്ചകൾ എന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നു. ധനുഷ്കോടി നമുക്കൊരു പാഠമാണ്. സമ്പത്തും ധനവും പ്രൗഢിയും ഒന്നും ശാശ്വതമല്ല എന്ന വലിയ പാഠം. ഇതുപോലുള്ള ചരിത്ര കഥകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ തീർച്ചയായും ഹിസ്റ്റോമീറ്ററിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലെ ഒരു പുതിയ ചരിത്ര കഥയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.